Hello dear students, now let us discuss about Karl Marx. കാൾ മാർക്സിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള നോളേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു മെറ്റീരിയൽ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നന്നായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോ അബൌട്ട് കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. കാരണം ഹീ ഈസ് നോട്ട് ഓൺലി എ സോഷ്യോളജിസ്റ്റ്, ഹീ ഈസ് എ ഫിലോസഫർ, ഹീ ഈസ് എൻ എക്കണോമിസ്റ്റ് ആസ് വെൽ. അപ്പം അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള മേഖലകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹീ ഈസ് എ ജർമ്മൻ ഫിലോസഫർ ആക്ച്വലി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മാർക്സിസം പോലുള്ള തിയറീസൊക്കെ ഇന്നും വളരെ റിലവൻ്റ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലവൻസിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, മാർക്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഹെഗേലിയൻ ഫിലോസഫീസാണ്. ഹെഗലിൻ്റെ ഫിലോസഫീസിലൊക്കെ വളരെയധികം ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അദ്ദേഹം ഹെഗലിനോട് ചേർന്ന് നിന്നുകൊണ്ട് കൃതികളൊക്കെ രചിക്കുന്നുണ്ട്. അതിനുശേഷം പക്ഷേ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാവുകയാണ് അവരുടെ രണ്ടുപേരുടെയും അഭിപ്രായങ്ങളിൽ. സോ അവർ പാർട്ടാവുകയും മാർക്സ് became the criticism of Hegel. Okay, while some discipline remained Hegel's ideas, others began to criticize his system. Hegel's philosophies emphasized the dialectic and idealism. ഈ ഡയലറ്റിക്സ് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മകമാണ് നിങ്ങൾക്കറിയാം. അപ്പം വൈരുദ്ധ്യാത്മകവും ഡയലറ്റിക്സും ഐഡിയലിസവും കൂടെ ചേർന്ന് പോകുന്ന ഒരു വീക്ഷണമാണ് ഹെഗൽ നടത്തുന്നത്. എന്നാൽ ഐഡിയലിസത്തിനോട് എതിർപ്പായിരുന്നു മാർക്സിനുണ്ടായിരുന്നത്. മാർക്സ് എപ്പോഴും മെറ്റീരിയലിസത്തിലാണ് വിശ്വസിച്ചത്, ഐഡിയലിസത്തിലല്ല. തത്വസംഹിതകളേക്കാളേറെ മെറ്റീരിയലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന വസ്തുവകകളിലാണ് അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ റിസൾട്ട്സ് ഉണ്ടാക്കുന്നതിലാണ് മാർക്സ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഓക്കെ, അപ്പം മൈൻഡ് ഐഡിയാസ് പോലുള്ള ഐഡിയലിസം എന്ന് പറയുന്ന ഫിലോസഫിക്കലായിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറി മെറ്റീരിയൽ വേൾഡിലേക്കുള്ള ഫിസിക്കലായിട്ടുള്ള ട്രൂത്തുകളെ കുറിച്ചാണ് മാർക്സ് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെഗൽ ആൻഡ് മാർക്സ്. ഓക്കെ, ആക്ച്വലി മൈൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച്, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചെല്ലാം തന്നെ ദൈവവിശ്വാസം, മൈൻഡ്, അതുപോലെ തന്നെ അമൂർത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മാർക്സിന് വളരെ വൈരുദ്ധ്യമായിട്ടുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹം എപ്പോഴും മെറ്റീരിയൽ ആയിട്ടുള്ള ബേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫോർ മാർക്സ് എവറിത്തിങ് കുഡ് ബി റെഡ്യൂസ് ടു മെറ്റീരിയൽ ബേസ്, നോട്ട് ടു ദ മൈൻഡ് ആൻഡ് ഇറ്റ്സ് പ്രോസസ്. ഫോർ മാർക്സ് ക്യാപിറ്റലിസം വാസ് ദ പ്രോബ്ലം which led to alienation, polarization and revolution. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളാണ് മാർക്സിൻ്റെ. അപ്പോൾ മാർക്സ് പറയുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഓഫ് ദ വേൾഡ്, റിയൽ വേൾഡ് എന്ന് പറയുന്നത് ഏലിയനേഷൻ, പോളറൈസേഷൻ ആൻഡ് റെവല്യൂഷനാണ്. ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്ന കാതലായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്, മുതലാളിത്തമാണ്. അന്യവൽക്കരണം, അതുപോലെ ധ്രുവീകരണം അല്ലെങ്കിൽ വിപ്ലവം പോലുള്ള സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങളിലേക്കോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു മാർക്സിനുള്ളത്. ഓക്കെ, നമ്മൾ ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിളിൽ പഠിച്ചതുപോലെ മാർക്സ് അപ്രോച്ച് pointed out that the profit of the capitalist was at the expense or exploitation of wage earners or laborers. ലേബറേഴ്സോ വേജ് ഏർണേഴ്സോ അവരെ ചൂഷണം ചെയ്തിട്ടാണ് മുതലാളിത്ത വർഗം വളർന്ന് പന്തലിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ക്ലാസ് ആൻഡ് ക്ലാസ് സ്ട്രഗിളിലൊക്കെ അത് കണ്ടതാണ്. ഓക്കെ, thus the surplus value was the basis of exploitation and the root of capitalist സിസ്റ്റം. നമ്മൾ മിച്ചമൂല്യത്തെ പറ്റിയും പഠിച്ചതാണ്. മിച്ചമൂല്യം എന്ന് പറയുന്നത് മുതലാളിക്ക് ചിലവാകുന്ന പണവും തൊഴിലാളിക്ക് കൊടുക്കുന്ന പണവും കഴിച്ചുള്ള മൂല്യത്തിനെയാണ് മിച്ചമൂല്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് പ്രോഫിറ്റും കഴിച്ചിട്ടുള്ള ഒരു മൂല്യമാണ് മിച്ചമൂല്യം. അപ്പം മിച്ചമൂല്യം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആണ് എക്സ്പ്ലോയിറ്റേഷൻ്റെ റൂട്ടായിട്ട് മാർക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, in fact the fast growth rate of capitalist system siphoned off profits large enough to reinvest in the economic system.
അപ്പം ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ തൊഴിലാളിയുടെ അധ്വാനത്തിൽ നിന്നും ലഭിക്കുന്ന മാക്സിമം പ്രോഫിറ്റ് ഊറ്റിയെടുത്തിട്ട് അത് വീണ്ടും എക്കണോമിക് സിസ്റ്റത്തിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. അല്ലാതെ രാപ്പകലോളം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളിക്ക് യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റോ ഗ്രോത്തോ ഡെവലപ്മെൻറ്റോ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവൊക്കെയാണ് മാർക്സിയൻ ഫിലോസഫിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും അതിനെ തുടർന്ന് വിപ്ലവത്തിലേക്കുള്ള ആഹ്വാനങ്ങളും അങ്ങനെയൊക്കെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിലോസഫി തന്നെയാണ് മാർക്സിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, Marx felt would lead to a polarization of classes, and the poor exploited proletariat would violently dispose the capitalist class of their factories, industries, banks and so on. Thereafter a period of social harmony would begin in which there was a societal or community. മാർക്സിൻ്റെ ഒരു ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധ്രുവീകരണത്തിന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും ക്യാപിറ്റലിസ്റ്റുകളുടെ വളർച്ചയും ഒക്കെയാണെന്നാണ്. നിങ്ങൾ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഉള്ളവനും ഇല്ലാത്തവനും. അങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാനാണ് ക്യാപിറ്റലിസ്റ്റുകളുടെ വളർച്ച കാരണമാകുന്നത് എന്നൊക്കെയാണ് മാർക്സ് പറയുന്നത്. അപ്പോൾ മാർക്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലാളികൾ പ്രതികരിക്കും. ഓക്കെ, വയലൻ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് തന്നെയാണ് തൊഴിലാളി വർഗത്തിൽ നിന്നുണ്ടാവുന്നതും. അങ്ങനെ ഒരു വിപ്ലവകരമായിട്ടുള്ള സംഘട്ടനത്തിലേക്ക്, കോൺഫ്ലിക്റ്റിലേക്ക് തൊഴിലാളികൾ തിരിയുന്നു. അതിനുശേഷം നമ്മൾ സിന്തസിസും ആൻറ്റിതീസിസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് രണ്ട് അഭിപ്രായത്തിൻ്റെയും കാതലായിട്ടുള്ള ഭാഗം സ്വാംശീകരിക്കപ്പെട്ട് പുതിയൊരു ആശയം, പുത്തൻ ആശയങ്ങൾ ഉദയം കൊള്ളുകയും ആ പുത്തൻ ആശയങ്ങൾ പിന്നീട് സമൂഹത്തിൻ്റെ തന്നെ മാറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ആശയം. ഓക്കെ, മാർക്സിയം